നമസ്കാരം. PV അൻവറിനും പിന്തുണകൾ കിട്ടുന്നുണ്ട്. ചില സഖാക്കളുടെ ഭാഗത്തു നിന്നടക്കം PV അൻവറിന് പിന്തുണ രഹസ്യമായും പരസ്യമായും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ചില സഖാക്കൾ പറയാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് PV അൻവർ പറഞ്ഞത് എന്നുള്ള ചില സൂചനകളുമുണ്ട്. പ്രത്യേകിച്ചും PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് അൻവർ നടത്തിയ പ്രതികരണം. പാർട്ടിയിലെ രണ്ടാമനാക്കി PA മുഹമ്മദ് റിയാസിനെ മാറ്റാനുള്ള ശ്രമം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നതായുള്ള ആരോപണമുണ്ട്. അതിനെ സാധൂകരിക്കും വിധമാണ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ അൻവർ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയത്. ഇത് പാർട്ടിയിലെ ചില ആളുകൾ പറയാതെ ഒളിച്ചു വെച്ചതാണ്, അല്ലെങ്കിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് മിണ്ടാതിരുന്നതാണ് എന്ന തരത്തിലാണ് അൻവർ ഇന്നലെ പ്രതികരിച്ചത്. PA മുഹമ്മദ് റിയാസ് മാത്രം മതിയോ പാർട്ടിക്ക്, മറ്റ് സഖാക്കളൊന്നും വേണ്ടേ എന്ന ചോദ്യമാണ് അൻവർ ഉന്നയിച്ചത്. ഇപ്പോൾ ഇതാ PV അൻവറിനെ പിന്തുണച്ച് CPM സൈബർ കമ്മ്യൂൺ പോരാളി ഷാജിയും രംഗത്തെത്തിയിരിക്കുന്നു. ഐസ്ക്രീം കേസ് അട്ടിമറിച്ചത് ആരാണെന്നാണ് ഫേസ്ബുക്കിലൂടെ പോരാളി ഷാജിയുടെ ചോദ്യം. നേതാക്കളല്ല പാർട്ടിയെന്നും അണികൾ എതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവിലയാണെന്നും പോരാളി ഷാജി ഓർമ്മിപ്പിച്ചു. അതേസമയം അൻവറിനെ തള്ളി ബിനീഷ് കോടിയേരി രംഗത്ത് വന്നു. പാർട്ടി അച്ചടക്കം സംബന്ധിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ പഴയ വീഡിയോ പോസ്റ്റ് ചെയ്താണ് അൻവറിനെ ബിനീഷ് തള്ളിയത്. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു വാർത്താസമ്മേളനം നടത്തേണ്ടി വരില്ലായിരുന്നു എന്നായിരുന്നു ഇന്നലെ അൻവർ പറഞ്ഞത്. തെറ്റുകൾ തിരുത്താനുള്ളതാണ്, മസിൽ പിടിച്ച് നിന്നതുകൊണ്ടായില്ല. ബംഗാളിൽ 220 MLA-മാരും 32 MP-മാരും ഉണ്ടായിരുന്നു CPM-ന്. ത്രിപുരയിൽ 50-ലധികം MLA-മാരും 2 MP-മാരും. ആ നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോഴും CPM തന്നെയാണ്. എന്നിട്ടും എങ്ങനെ 48% വോട്ടിൽ നിന്ന് 6% വോട്ടിലേക്ക് കൂപ്പുകുത്തി എന്നും പോരാളി ഷാജി ചോദിക്കുന്നു. പാർട്ടി ബോധം എന്നതും പാർട്ടി അച്ചടക്കം എന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണെന്നാണ് ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കോടിയേരി ബാലകൃഷ്ണൻ്റെ വീഡിയോയിൽ പറയുന്നത്. നിരന്തരമായ പാർട്ടി പ്രക്രിയയിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമേ അത് വന്നു ചേരണമെന്നുള്ളൂ. അത് നിരാശയിൽ നിന്നും ആരംഭിച്ച് വിരുദ്ധതയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് പാർട്ടി ശത്രുക്കൾക്ക് ആയുധമായി മാറും. അത് തിരിച്ചറിയുക എന്നതാണ് പാർട്ടി ബോധമെന്നും വീഡിയോയിൽ പറയുന്നു. അൻവറുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ബിനീഷിൻ്റെ അടുപ്പക്കാരനായ തിരുവനന്തപുരം നഗരസഭ മുൻ കൗൺസിലർ IP ബിനുവും അൻവറിനെ തള്ളി രംഗത്തെത്തി. കോടിയേരിയുടെ മൃതദേഹം AKG സെൻറ്ററിൽ പൊതുദർശനത്തിന് വയ്ക്കാതിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകുന്നതിനു വേണ്ടി ആയിരുന്നു എന്നാണ് അൻവർ ആരോപിച്ചത്. കോടിയേരിയുടെ വിലാപയാത്ര ഒഴിവാക്കി പോയതിൽ സഖാക്കൾക്ക് വേദനയുണ്ട്. താൻ വാർത്താസമ്മേളനത്തിന് വരുന്ന സമയത്ത് ഒരു പാർട്ടി സഖാവ് അത് ചൂണ്ടിക്കാട്ടി മെസ്സേജ് അയച്ചിരുന്നു എന്നും അൻവർ ആരോപിച്ചു.